ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളം കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെയാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഇറച്ചിക്കറിയുടെ അതേ മണമൊക്കെയുള്ള നല്ലൊരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പീസ് കുമ്പളം ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളല്ല, മീഡിയം സൈസ് വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. മൺചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇത് 4 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. അതുപോലെ തന്നെയാണ് ചെറിയ പീസ് ഇഞ്ചി, അതും ചതച്ചെടുത്തതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ നമുക്ക് വേഗം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു തക്കാളി ഇട്ട്, ചെറിയൊരു തക്കാളി കൂടെ പീസാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് സമയം വഴറ്റേണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മുളക് പൊടിയാണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. അത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ട, എണ്ണയിൽ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടല്ലോ, ഒന്ന് ഇളക്കിയിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ട് നമ്മുടെ കുമ്പളം ഉണ്ടല്ലോ, കുമ്പളങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പൊടികളൊക്കെ ഈ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, ഇതുപോലെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 20 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ 20 മിനിറ്റിന്റെ ഇടയിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം മൺചട്ടിയല്ല, പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ കുമ്പളങ്ങയുടെ പീസുകൾ കണ്ടിട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കാം. അതുപോലെ തന്നെയാണ് ഗ്രേവി വേണ്ട ആളുകൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമാണല്ലോ ചേർത്തത്. അപ്പോൾ ഇത്
നല്ലപോലെ തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു അര ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള അര ഗ്ലാസ് നല്ല തിളപ്പിച്ച വെള്ളമാണ് അതേ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഗ്രേവി ആവശ്യമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അര ഗ്ലാസ് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി. നല്ല ഇറച്ചിക്കറിയുടെ സ്മെല്ലൊക്കെയാണ് കേട്ടോ ഇതിന്. കാരണം നമ്മൾ ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ കുമ്പളം കിട്ടുന്ന സമയത്ത് തേങ്ങ അരക്കാൻ നിൽക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.